യൂത്ത് കോൺഗ്രസ് ഇന്നലെ നടത്തിയ സമരത്തിൽ 2.5 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതായി കണക്ക്. പോലീസിന്റെ 3 വാഹനങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, മണിക്കൂറുകൾ നീണ്ട സംഘർഷമായിരുന്നു. പോലീസ് വാഹനത്തിന്റെ, പിങ്ക് പോലീസിന്റെ, പെട്രോൾ വാഹനത്തിന്റെ ഒക്കെ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഷീൽഡും ഹെൽമറ്റും ഒക്കെ തകർക്കുന്നത്. എത്രത്തോളം നഷ്ടമുണ്ടെന്നാണ് വിലയിരുത്തൽ? കേസ് കടുക്കുമോ? 2.5 ലക്ഷം രൂപയുടെ നഷ്ടം എന്നാണ് പോലീസിന്റെ കണക്ക്. പോലീസിന്റെ 3 വാഹനങ്ങൾ തല്ലിത്തകർത്തു. ആ വാഹനങ്ങളിൽ ഈ പിങ്ക് പോലീസിന്റെ ഒരു കാറ് കൂടി ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ബസ്സുകളൊക്കെ ഉണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി ഇന്നലെ അവിടേക്ക് എത്തിച്ച ബസ്സുകളാണ്. ഇതിപ്പോൾ KSUവിന്റെ ഒരു പ്രതിഷേധം വരുന്നുണ്ട് DGP ഓഫീസിലേക്ക്. അവിടേക്കായി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഇന്നലെ ഈ ബസ്സുകളുടെ സൈഡ് വശത്തുള്ള ചില്ലുകളെല്ലാം പ്രവർത്തകർ തല്ലി തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ജലവിരങ്കി വാഹനമായ വരുണിന് നേരെയും വലിയ തോതിലുള്ള കല്ലേറുണ്ടായി. പക്ഷേ അതിന്റെ ചില്ലുകൾ പൊട്ടിയിരുന്നില്ല. മാത്രമല്ല, മറ്റ് ഈ നഷ്ടം എന്ന് പറയുന്നത് പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ഷീൽഡുകൾ, അത് സെക്രട്ടേറിയറ്റിനകത്ത് ഈ പ്രവർത്തകരെ പ്രതിരോധിക്കാനായി നിന്ന പോലീസുകാരുടെ ഷീൽഡുകൾ മുഴുവനായും തന്നെ പ്രവർത്തകർ തല്ലി തകർക്കുന്നത് കണ്ടു. അതിൻ്റേതടക്കമുള്ള കണക്കുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2.5 ലക്ഷം രൂപ എന്നാണ് പോലീസ് പറയുന്നത്. PDPP വകുപ്പ് പ്രകാരമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ള 1-ാം പ്രതി VD സതീശൻ, 2-ാം പ്രതി ഷാഫി പറമ്പിൽ, 3-ാം പ്രതി M വിൻസെന്റ്, 4-ാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ 30 പ്രതികൾ, പിന്നെ കണ്ടറിയാവുന്ന 300ഓളം പേർക്കെതിരെയും കേസുണ്ട്. എല്ലാവർക്കുമെതിരെ PDPP വകുപ്പ് പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ തുക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കെട്ടിവെക്കേണ്ടി വരും. കേസ് കടുക്കുന്നു. കാരണം വലിയ തോതിലുള്ള ആക്രമണം പോലീസിന് നേരെ ഉണ്ടായിരുന്നു. ഇത്ര വലിയ നാശനഷ്ടവും പോലീസിന്റെ വാഹനങ്ങൾക്ക് മറ്റുമായി ഉണ്ടായി. അതിനാൽ തന്നെ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ശരിയാണ്.